ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ V27 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാണ്, എൻ്റെ പ്രൈമറി യൂസിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഫോണാണ്, അല്ലാതെ റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൂ കളറാണ്. 8GB RAM 256GB വേരിയൻ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫോൺ 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്, 8/128, 8/256, പിന്നെ 12GB 256GB, അങ്ങനെ 3 വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് 8GB RAM 256GB സ്റ്റോറേജ് ഉള്ള ഈ ഒരു വേരിയൻ്റ് ആണ്. 8/128 പരമാവധി എടുക്കാണ്ടിരിക്കുക, ഒന്നിൽ 12GB എടുക്കുക, അല്ലെങ്കിൽ 8/256 ഈ ഒരു വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്, 39,990 രൂപ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഫോണ് ഭയങ്കര ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടി. ഞാൻ അവിടെ നിന്ന് കിട്ടിയതൊന്നും പറയാനൊന്നുമില്ല, നല്ല പ്രൈസ് കുറഞ്ഞ് ഈ ഫോൺ കിട്ടി. എന്താ പറയുക, ക്യാഷ് ബാക്ക് ഉണ്ട്, പുതിയ ഫോൺ ആയത് തന്നെ നല്ല ക്യാഷ് ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ EMI-യിലും ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ ഷോപ്പ് ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആയ കാരണം തന്നെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഷോപ്പിൻ്റെതായ രീതിയിലുള്ള ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളൊക്കെ കിട്ടി. നല്ലൊരു പ്രൈസ് കുറവിന് ഈ സാധനം കിട്ടി. എനിക്ക് കിട്ടിയ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഗംഭീര ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഈ V27 Proയുടെ ഡെമോ ഫോൺ ഞാൻ ജസ്റ്റ് കുറച്ചേരം ഉപയോഗിച്ച് നോക്കി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത്ര ഇമ്പ്രസീവായിട്ട്, പ്രത്യേകിച്ച് ക്യാമറയിൽ അത്രയധികം ഇമ്പ്രസീവായിട്ട് ഞാൻ ഈ ഫോൺ എന്താ പറയുക എടുക്കാൻ ബുക്ക് ചെയ്തതാണ്. പ്രത്യേകിച്ച് പോർട്രേറ്റ് ക്യാമറ, ബാക്ക് ക്യാമറയിലെ പോർട്രേറ്റ് മോഡൊക്കെ ഗംഭീര ക്യാമറയാണ്, ഗംഭീര ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൽഫി ക്യാമറയും ഓട്ടോ ഫോക്കസൊക്കെ പക്കയാണ്, നല്ല ക്വാളിറ്റി സെൽഫി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രധാന യൂസിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്താ പറയുക, അധികം ഗെയിം കളിക്കുന്ന ആളല്ല ഞാൻ, നല്ലൊരു ക്യാമറയൊക്കെയാണ് എനിക്ക് വേണ്ടത്, നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട ഫോണാണ് ഞാൻ ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ ക്യാമറ മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ വിവോയുടെ ഫോൺ ഇറങ്ങുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ബാക്കി ഫീച്ചേഴ്സൊക്കെ കൂട്ടും, പക്ഷേ പ്രോസസ്സർ പവർഫുൾ ആക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് Dimensity 8200 എന്ന് പറയുന്ന നല്ല പ്രോസസ്സറും കൊടുക്കുന്നുണ്ട്, നല്ല ക്യാമറ, നല്ല ഡിസൈൻ, നല്ല ബിൽഡ് ക്വാളിറ്റി, ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ, എഡ്ജ് ഡിസ്പ്ലേ, 120Hz റിഫ്രഷ് റേറ്റ്, മൊത്തത്തിൽ ഒരു ഗംഭീര ഒരു സ്മാർട്ട് ഫോണാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഓഫറുകളും ഡിസ്കൗണ്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് കുറഞ്ഞ് കിട്ടും. പിന്നെ ഈ അധികം പറഞ്ഞു നീട്ടണമെന്നില്ല, ഡയറക്റ്റായിട്ട് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് അടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് വിവോ V27 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിന് മുകളിലായിട്ട് ഇത്തരത്തിൽ മോഡൽ നെയിം V27 Pro എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ വിവോയുടെ ഒരു ലോഗോയും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. സൈഡിലും ഇതുപോലെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നു. ബാക്ക് സൈഡിൽ MRP ഡീറ്റെയിൽസ്, അതുപോലെ സീരിയൽ നമ്പർ, ഈ ഫോണിൻ്റെ ബോക്സിനോട് എന്തൊക്കെ കിട്ടുന്നു, മേഡിൻ്റെ പ്രൊഡക്റ്റാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. വേറെ സ്പെസിഫിക്കേഷൻ ഒന്നും ബോക്സ് എഴുതിയിട്ടില്ല. അപ്പോൾ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് സ്മാർട്ട് ഫോൺ. നമ്മളെടുത്തുള്ളതിൻ്റെ ബ്ലൂ കളറാണ്. ബ്ലൂ കളറും ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്, 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പൗച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പൗച്ച് മാക്സിമം ഒരു 1 വീക്ക് കഴിഞ്ഞാൽ മഞ്ഞ കളറാവും. അപ്പോൾ ഇത് മാറ്റിയിട്ട് നല്ല കട്ടിയുള്ള, നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് പൗച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഇതിൽ ഡിസ്പ്ലേ എഡ്ജാണ്, താഴത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നല്ല പൈസ വരും. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ട് കാര്യമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് കേസ് വാങ്ങിച്ചിടുക. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്, 66 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് കിട്ടുന്നത്. അവിടെ വിവോ ഫ്ലാഷ് ചാർജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂൾ, പിന്നെ Type-C ചാർജിങ് കേബിളാണ് കിട്ടുന്നത്. ഹെഡ്ഫോണൊന്നും വരുന്നില്ല, പക്ഷേ സാധാരണ Type-C to 3.5mm ഒരു കണക്ടർ കൊടുക്കാറുണ്ട്, അഡാപ്റ്റർ കൊടുക്കാറുണ്ട്. ഇത് അതിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല. എന്തായാലും ബാക്ക് പൗച്ചും ചാർജറും അഡാപ്റ്ററൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് വിവോ V27 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, സാധാരണ വിവോയുടെ എല്ലാ ഫോണിലും അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഡിസൈനിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാറില്ല, ഹൈ ക്വാളിറ്റി ഡിസൈനാണ് കൊടുക്കുന്നത്. എന്താ പറയുക, ബാക്ക് സൈഡ് ഗ്ലാസ് ബോഡിയാണ് വരുന്നത്, ഇവിടെയും ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്, കയ്യിലകത്തുള്ള അഴുക്കുകളോ ഫിംഗർ പ്രിൻ്റൊന്നും പറ്റി പിടിച്ചിരിക്കില്ല. താഴെ വിവോയുടെ ചെറിയൊരു ലോഗോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ക്യാമറകൾ 3 റൗണ്ടിൽ 3 ക്യാമറകൾ കൊടുക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ ഈ ഒരു ഡിസൈൻ്റെ സൈസ് 3 സെയിം ആണ്, ഈക്വൽ സൈസുള്ള 3 ക്യാമറകൾ വരുന്നുണ്ട്. അതിനകത്ത് സെൻസറിൻ്റെ വലിപ്പം വ്യത്യാസം കേട്ടോ. ഒന്ന് മെയിൻ ക്യാമറ, പിന്നെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ ഒരു മാക്രോ ക്യാമറ ആണ് വരുന്നത്. ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്, ഞാനൊക്കെ ക്യാമറ റിവ്യൂക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ആണ് ഇതുപോലെ ഒരു ക്യാമറ ഡിസൈൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതുപോലെ പവർ ബട്ടണും അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും വരുന്നുണ്ട്. അതൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തിക്നെസ് നോക്കുമ്പോൾ വളരെ
വളരെ നൈസാണ്. കാരണം തിക്നെസ് കുറഞ്ഞൊരു ഡിസൈനാണ് ഇവിടെ വരുന്നത്. താഴെ നോക്കുമ്പോൾ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, പിന്നെ സിം ട്രേ വരുന്നുണ്ട്. നമുക്ക് 2 സിം കാർഡ് ഉപയോഗിക്കാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 256 GB വരുന്നുണ്ട് മിനിമം എടുക്കണം എന്നുള്ള കാര്യം. മുകളിൽ നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് പ്രൊഫഷണൽ പോർട്രേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂവിനകത്ത് പറയാം കേട്ടോ. കാരണം ക്യാമറയ്ക്കകത്ത് അത്രയധികം ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വേറെ വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ലെന്ന് പറയാം. ഗംഭീര ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റനോട്ടത്തിൽ നല്ലൊരു പ്രീമിയം ഫോൺ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ കഴിഞ്ഞ് ഓണാക്കി നോക്കാം. ഓണാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ആകുമ്പോൾ തന്നെ പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വിവോ 5G എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി സെറ്റപ്പ് ഒക്കെ ചെയ്ത് കുറച്ചേരം ഉപയോഗിച്ചൊക്കെ നോക്കിയ ഫോണാണ് കേട്ടോ. ബ്രൈറ്റ്നസ് ഞാൻ കുറച്ചിടാം, അല്ലെങ്കിൽ കാണില്ല. അത്രയധികം ഹൈ ബ്രൈറ്റ്നസ് 1300 നിറ്റ്സൊക്കെ ബ്രൈറ്റ്നസ് വരുന്നൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സൈഡിലേക്ക് ഒരു 3D കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത്തരത്തിൽ എന്താ പറയുക, അരികുകളൊക്കെ ഇല്ലാതെ ഇത്തരത്തിൽ സൈഡിലേക്ക് ഒഴുകി ഇറങ്ങുന്ന പോലെ ഒരു കർവ് ഡിസ്പ്ലേ വരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്, നിങ്ങൾ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം ഇത് കർവ് ഡിസ്പ്ലേകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് വരും, 10-15,000 രൂപ മിനിമം വരും ഡിസ്പ്ലേക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക, നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കുക. പെട്ടെന്ന് പൊട്ടും നല്ല പറയുന്നത് നല്ല പ്രൊട്ടക്ഷനൊക്കെ മുകളിൽ കൊടുക്കുന്നുണ്ട്, എന്നാൽ കൂടി സൂക്ഷിച്ച് ഉപയോഗിക്കുക, നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. താഴെയും വളരെ നൈസായിട്ടുള്ള, തീരെ അരികളൊന്നും ഇല്ലാതെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. വളരെ സെൻറ്ററിൽ ഇത്തരത്തിലൊരു പഞ്ച് ഹോൾ ക്യാമറ കൊടുക്കുന്നുണ്ട്. ഇത് 50 MB ക്യാമറയാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേ അതിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, നല്ല ഫുൾ HD ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഹൈ ക്വാളിറ്റി, ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറയാം. അത് അനാവശ്യമായിട്ടുള്ള കുറച്ച് ആപ്പ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 1 2 3 4 5 6 ആപ്പ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കളയാൻ പറ്റും. എന്തെങ്കിലും അധികം 10-12 ആപ്പൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല, കുറച്ച് ആപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിനകത്ത് ബാക്കി സെറ്റിങ്സിനകത്ത് കയറി നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ നെയിം വിവോ V27 Pro എന്ന് കൊടുക്കുന്നുണ്ട്. FunTouch OSൻ്റെ ഏറ്റവും പുതിയ OS ആയിട്ടുള്ള 13 ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് വരുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 ഈ ഫോൺ വരുന്നുണ്ട്. സ്റ്റോറേജ് 256 GB, പിന്നെ 8 GB റാം നമ്മൾ എടുത്തിട്ടുള്ളത്, പിന്നെ 8 GB റാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 8 GB എക്സ്ട്രാ മറ്റേ വെർച്വൽ റാം പരിപാടിയില്ലേ, അങ്ങനെ മൊത്തം 16 GB എഫക്റ്റീവ് റാമിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോസസർ എന്ന് പറയുന്നത് Dimensity 8200 എന്ന് പറയുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസറാണ്. നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം. നേരത്തെ നമ്മൾ IQ Neo 7 കണ്ട സെയിം പ്രോസസറാണ് ഇവിടെ വരുന്നത്. നല്ല പവർഫുള്ളാണ്, നല്ല രീതിയിൽ ഗെയിം കളിക്കാം, നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, ഗെയിം കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡൈനാമിക് എഫക്റ്റിനകത്തും ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ് എഫക്റ്റിനകത്തായാലും തന്നെ എഡ്ജ് ഡിസ്പ്ലേ കാരണം തന്നെ ഒരുപാട് നല്ല പുതിയ അപ്ഡേറ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറയാം. പിന്നെ വാൾപേപ്പറിനകത്ത് നോക്കുമ്പോഴായാലും ഇതുപോലെ കൈനറ്റിക് വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വാൾപേപ്പറൊക്കെ നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ട് ഈ പൂവിരുന്ന പോലെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് വാൾപേപ്പർ ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ കർവായ കാരണം ഫുൾ സ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസത്തിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4600 mAh ആണ് ബാറ്ററി വരുന്നത്, 67 വാട്ട് ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ ഇഷ്യൂ ഒന്നും പറയാനില്ല, നല്ല ഒരു വൺ ഡേ ബാക്കപ്പ് എന്തായാലും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റിങ്സിൻ്റെ ഭാഗത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ക്യാമറയിലേക്ക് വരാം. ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ. ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് പറയാറുണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് പ്രധാനമായിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ക്യാമറ വെച്ചെടുത്തൊരു ഫോട്ടോ ആണ്. ഹൈ ക്വാളിറ്റി, അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒന്നും പറയാനില്ല, അത്രയും ക്വാളിറ്റി ഫോട്ടോ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ക്യാമറ സെറ്റിങ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. ഈ പോർട്രേറ്റ് മോഡൊക്കെ ഗംഭീര ഔട്ട്പുട്ടാണ് കിട്ടുന്നത് കേട്ടോ, ഗംഭീര ഔട്ട്പുട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഹൈ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ 2x 1x, പിന്നെ അതുപോലെ ഫോട്ടോ മോഡ്, ഇവിടെ വൈഡ് ആംഗിൾ ക്യാമറയുടെ ഒരു മോഡ് വരുന്നുണ്ട്. ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വീഡിയോ മോഡിനകത്ത് നമുക്ക് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണിനകത്ത് 4K റെക്കോർഡിംഗ് തന്നെ കൊടുക്കാറില്ല. ഇവിടെ നമുക്ക് 4K 60 ഫ്രെയിം/സെക്കൻഡ് നല്ല സ്മൂത്തായിട്ട് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ മോഡ്, അൾട്രാ മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന മോഡിൽ DSLR എടുക്കുന്ന പോലുള്ള അത്തരത്തിലുള്ള വീഡിയോയ്ക്ക് പറ്റിയ മോഡ്, അതിൻ്റെ എത്ര
ഒരു ബൊക്കെ എഫക്റ്റ് എത്ര കൂട്ടണം കുറയ്ക്കണം എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ വേറെ ചെയ്യും നമ്മൾ കേട്ടോ, ക്യാമറയെ കുറിച്ച്. പിന്നെ എന്താ പറയുക, ഇതുപോലെ പിന്നെ അതുപോലെ ഇവിടെ മൈക്രോ മൂവി മോഡ് വരുന്നുണ്ട്. അതൊക്കെ നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്ട്രാ മോഡുകൾ ഇതിനകത്ത് ആഡായി വരും. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയുക ഔട്ട്പുട്ട് കിട്ടും. പിന്നെ അതുപോലെ മോർ സെറ്റിംഗ്സിനകത്ത് ഹൈ റെസൊല്യൂഷൻ മോഡ്, പനോരമ മോഡ്, അൾട്രാ HD ഡോക്യുമെൻറ്റ് മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, സൂപ്പർ മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ പറയുന്ന ക്യാമറയ്ക്കകത്ത് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ വീഡിയോ മോഡ്. അപ്പോൾ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിക്കും ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അത്രയും ക്വാളിറ്റി ഞാൻ ഉറപ്പ് പറയാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്നതിൽ എന്താ പറയുക ഏറ്റവും നല്ല ക്വാളിറ്റി ക്യാമറ കിട്ടുന്ന ഒരു ഫോണായിട്ട് എനിക്ക് തോന്നി. ഞാൻ പേഴ്സണലി ഒരുപാട് ഫോണിൽ അൺബോക്സിങ് റിവ്യൂ ചെയ്തിട്ടൊക്കെ ഉപയോഗിച്ച് നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ അതിനത്രയും എന്താ പറയുക ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇനി സെൽഫി നോക്കുകയാണെങ്കിൽ 50 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ സെൽഫി ഗിംബിൽ ഔട്ട്പുട്ടോ നല്ല എന്താ പറയുക ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ വരുന്ന സെൽഫിയാണ് വരുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഭാഗങ്ങളും നമ്മുടെ ഓരോ മുടിയിടകളും ഒക്കെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതിനകത്ത് ഫോക്കസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക ഇവിടെ പോർട്രേറ്റ് മോഡായാലും ഈ സെൽഫി ക്യാമറയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലോ അങ്ങനത്തെ സെൽഫി വീഡിയോസൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി നമ്മൾ മാത്രം ഫോക്കസ് ആവുന്ന രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ DSLR ക്യാമറ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡിനകത്തും നേരത്തെ പറഞ്ഞ പോലെ 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. 4Kയിലും 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. സാധാരണ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് 4K റെക്കോർഡിംഗ് ഉള്ള ഫോണുകളൊന്നും വളരെ കുറവാണ്. അതിലും ഈ പറഞ്ഞ പോലെ ബാക്ക് ക്യാമറയുടെ പോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും 60 ഫ്രെയിം പെർ സെക്കൻഡ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് ഒഴുകുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ടിൽ നമുക്ക് സെൽഫി ക്യാമറയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. സെൽഫി ക്യാമറയിൽ ഇതുപോലെ സ്റ്റഡി ഫേസ് മോഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്രോപ്പ് ആകും, പക്ഷേ പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഷേക്ക് ആവില്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിലും കുറച്ച് ഷേക്കിംഗ് ഒക്കെ കുറഞ്ഞ് കുറച്ച് സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പറയുന്ന സ്റ്റഡി ഫേസിനകത്തും കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് പോർട്രേറ്റ് സ്റ്റൈലുകളും പോർട്രേറ്റ് മോഡുകളും വീഡിയോ മോഡുകളും ഫോട്ടോ മോഡുകളും ഒക്കെ ഈ പറയുന്ന സെൽഫി ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് ആണ്. ഗംഭീര ഫോക്കസാണ്. നമ്മൾ എത്രയും അടുത്ത് പോയി കഴിഞ്ഞാലും അത്രയും ക്വാളിറ്റി ലോസ് ആവാതെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് സെൽഫി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അത്ര ഇമ്പർസീവായിട്ട് തോന്നി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വിവോയുടെ ഒരു പഴയ മോഡലായിട്ടുള്ള Vivo V20. ഈ ഫോണകത്ത് നമ്മളിപ്പോഴും ഈ പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനേക്കാളും ഒരു അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങിച്ചേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോൺ ആർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ക്യാമറ ഫോൺ ഒരു 40,000 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 35,000 രൂപയ്ക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയൊരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. ക്യാമറ മാത്രമല്ല, നല്ല പ്രോസസ്സർ, നല്ല പെർഫോമൻസ്, നല്ല ഡിസ്പ്ലേ, എന്താ പറയുക നന്നായി ഗെയിം കളിക്കാൻ പറ്റും, നല്ല ബിൽഡ് ക്വാളിറ്റി, ഒരു 2-3 കൊല്ലമൊക്കെ അടിച്ച് പൊളിച്ച് ബോർഡ് കംപ്ലൈൻ്റ് ഒന്നും വരാതെ, അത് ബോർഡിൽ നിന്ന് അടിച്ച് പോകാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലായിട്ട് നമുക്ക് ഈ ഫോണിനെ കാണാനും പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈനാണ്, മാക്സിമം ഡിസ്കൗണ്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എന്താ പറയുക ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ട് കിട്ടും. ചാടി കയറി വാങ്ങിക്കേണ്ട, 1, 2, 3 ഷോപ്പിലൊക്കെ പോയി ചോദിച്ച് റേറ്റൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കുക, തിരക്കൂട്ടി വാങ്ങിക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് നമ്മൾ ഇനിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ക്യാമറയെ കുറിച്ചുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഞാൻ ഇത് മുതൽ എൻ്റെ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ്. അപ്പോൾ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും എന്തെങ്കിലും കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.